നമസ്കാരം. സങ്കീർണരഹിത പ്രമേയ ക്ലാസ്സിൻ്റെ 40ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രമേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കോംപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇത്രയും കാലം നമ്മൾ സംസാരിച്ചത്, അല്ലെങ്കിൽ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചത് പ്രമേഹം കൂടുന്നത് കൊണ്ട്, ഷുഗർ കൂടുന്നത് കൊണ്ട്, കൺട്രോൾ ചെയ്യാത്തത് കൊണ്ട് വരുന്ന കോംപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞത് കൊണ്ടുവരുന്ന കോംപ്ലിക്കേഷൻ, അതല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരു കോംപ്ലിക്കേഷനെ കുറിച്ച്, അതായത് ഷുഗർ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുക എന്ന അവസ്ഥയെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, പ്രമേഹം കുറഞ്ഞു പോകുന്നതിന് നമ്മൾ സാധാരണ ഒരു വാല്യൂ വെക്കും. അതെത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമലി ഒരു ഡയബറ്റീസ് അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോർമൽ ഷുഗർ എത്രയിൽ താണാലാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വിളിക്കുക. അതായത് 50 mg/% താണാലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഷുഗർ ഡൗൺ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അടുത്ത് ഷുഗർ ഇല്ലാത്ത രോഗികൾ വരും. ഡോക്ടർ, എൻ്റെ ഷുഗർ 60 ആണുള്ളൂ, 70 ഉള്ളൂ, അതുകൊണ്ട് അടുത്തുള്ള ആശുപത്രി പോയി ഡ്രിപ്പ് കയറ്റി എന്നത്. നിങ്ങളൊരു പ്രമേഹ രോഗി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സിംറ്റംസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ 50-ൽ താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. പക്ഷേ പ്രമേഹ രോഗിയുടെ അവസ്ഥ ഇതല്ല. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിലും വ്യായാമത്തിലും ഗുളികയിലൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം 70-ൽ താഴെ വരികയാണെങ്കിൽ തന്നെ ഹൈപ്പോഗ്ലൈസീമിയൻ്റെ ലക്ഷണങ്ങളും ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഇതെപ്പോഴും കറക്റ്റല്ല. ഇതൊരു നമ്മൾ സാധാരണ പുസ്തകങ്ങളിൽ കാണുന്നൊരു വാല്യൂ മാത്രമാണ്. ഉദാഹരണത്തിന് ഒരുപാട് വർഷം ഷുഗറുള്ളൊരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ വർഷങ്ങളോളം തീരെ കൺട്രോൾ ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ സെറ്റ് പോയിൻ്റ് ചിലപ്പോൾ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ ചിലപ്പോൾ 110-ലോ 100-ലോ എത്തിച്ചാൽ തന്നെ ഹൈപ്പോഗ്ലൈസീമിയയിലെ ഷുഗർ കുറയുന്ന ലക്ഷണങ്ങൾ ഈ വ്യക്തിയിൽ കാണിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിയയുടെ ഷുഗർ ലെവൽ വ്യത്യസ്തമായിരിക്കും. ഇനി അടുത്തതായി, ഒരു പ്രമേഹ രോഗിയിൽ എപ്പോഴൊക്കെയാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയയിലെ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നത്? അതിലൊന്നാമത്തെ കുറ്റക്കാർ, അല്ലെങ്കിൽ ഒന്നാമത്തെ റീസൺ കാരണക്കാർ നമ്മൾ രോഗിയും ഡോക്ടറും തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഉദാഹരണത്തിന് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യും, പ്രമേഹം കണ്ടെത്തുന്നു, അദ്ദേഹത്തിന് ഗുളികകളും അതുപോലെ എക്സസൈസും വ്യായാമങ്ങളും ഭക്ഷണ രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ച് വീട്ടിലെത്തിയതിന് ശേഷം പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ പറഞ്ഞ പോലെയുള്ള ജീവിത രീതി ചിട്ടപ്പെടുത്താനോ ഗുളികകൾ കഴിക്കാനോ സാധിച്ചിട്ടുണ്ടാവില്ല. അടുത്ത വരുത്തിന് ഡോക്ടറെ കാണിക്കുമ്പോൾ ഷുഗർ കൂടിക്കാണുന്നു. ഡോക്ടർ ചോദിക്കുന്നു, ഷുഗർ ഗുളികയൊക്കെ നല്ലപോലെ കഴിച്ചിട്ടുണ്ടെന്ന്. സ്വാഭാവികമായും രോഗി പേടി കാരണമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ഒരു മുഷിയണ്ടെന്ന് കരുതിയിട്ട് ഓക്കെ ഡോക്ടറെ ഞാൻ കറക്റ്റായിട്ട് ഗുളിക കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഡോക്ടർ ഗുളികകളുടെയും ക്വാണ്ടിറ്റി കൂട്ടുന്നു. അങ്ങനെ 2-3 വരുത്ത് വരുമ്പോഴേക്ക് ഗുളികകളുടെ അളവുകൾ കൂടുകയും ഗുളികകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഈ സമയത്തായിരിക്കും രോഗിയെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, ഗുളിക കഴിക്കുന്നൊരവസ്ഥയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വരുത്തിൽ തന്നെ നന്നായി കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ നോർമലാണ്ട ഷുഗറിന് പകരം 3ാമത്തെ വരുത്തിലാണ് ഈ രോഗി കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സാധ്യത കൂടുതൽ, കാരണം ഷുഗർ ഡൗൺ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രോഗിയെ സംബന്ധിച്ച് ഈ ഗുളിക ഓവർഡോസാണ്. രണ്ടാമത്തൊരു കാരണം ഉണ്ടാവുന്നത്, നമ്മൾ ചില ഗുളികകൾ, അതായത് എന്ത് ചെയ്യുക, നമ്മൾ സൾഫോണൈൽ യൂറിയ, അതായത് ഗ്ലിബംഗ്ലമൈഡ്, ഗ്ലിമിപ്രൈഡ്, അതുപോലെ ചില ഇൻസുലിനുകൾ, നമ്മൾ മിക്സ്ഡ് അതുപോലത്തെ ഇൻസുലിനുകൾ എന്ത് ചെയ്യാം, ഷുഗർ കുറക്കാൻ സാധ്യതയുള്ള ഇൻസുലിനും ഗുളികകളുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുളികകൾ കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ കഴിക്കുമ്പോൾ ഇച്ചിരി ഡോസ് കൂടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഷുഗർ കുറഞ്ഞു പോകാം. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പല ഗുളികകളും, അല്ലെങ്കിൽ പഴയ ഗുളികൾ തന്നെ, ഉദാഹരണം നമ്മൾ മെറ്റ്ഫോർമിൻ, പയോഗ്ലിറ്റസോൺ, അല്ലെങ്കിൽ ഇത് പുതുതായിട്ട് വരുന്ന DPP-4 പോലത്തെ വിൽഡാഗ്ലിപ്റ്റിൻ പോലത്തെ ഗുളികകൾ, അതുപോലെ തന്നെ SGLT2 ഇൻഹിബിറ്റേഴ്സ്, ഇതുപോലത്തെ ഗുളികകൾ, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന അനലോഗ് ഇൻസുലിനുകൾ, ഇവരാരും തന്നെ ഷുഗർ ലോ ആക്കാൻ, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഗുളികളും ഇൻസുലിനുകളും ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് ഡോസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഷുഗർ ഒരിക്കലും ഡൗൺ ആയി പോകത്തില്ല. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ അൺഅവെയർനെസ് എന്ന് പറയും. അതായത് വർഷങ്ങളോളം ഡയബറ്റീസ് ഉള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് പലപ്പോഴായിട്ട് ചെറിയ രൂപത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബോഡി അതുമായിട്ട് സെറ്റായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പം 70-ഉം 60-ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഹൈപ്പോഗ്ലൈസീമിയൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കത്തില്ല. ഈ വ്യക്തി എന്ത് ചെയ്യും, ഇതേ രൂപത്തിൽ തന്നെ മാസങ്ങളോളം വർഷങ്ങളോളം പോകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യുക, ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സെറ്റ് പോയിൻറ്റിന് താഴെ വരുമ്പോൾ, അല്ലെങ്കിൽ ഷുഗറിൻ്റെ 40-ലോ 30-ലോ താഴുമ്പോൾ പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലേക്ക് പോവുകയും കോംപ്ലിക്കേഷൻ ആവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതിനാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ അൺഅവെയർനെസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ കാണുന്നത് എന്ത് ചെയ്യുക, ഒരുപാട് വർഷം ഷുഗറുള്ള രോഗികളിലാണ്.
അതായത് 10-15 വർഷമായിട്ട് ഡയബറ്റിസ് രോഗികളിലാണ്. ചില ഗുളികകൾ കഴിക്കുന്നവർക്കും ഈ ബീറ്റാ ബ്ലോക്കേഴ്സ് പോലത്തെ BP യുടെ ഗുളിക കഴിക്കുന്നവർക്കും ഈ ഒരു അവസ്ഥ കാണാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്ന കാരണം നമ്മൾ സാധാരണ പ്രമേഹ രോഗികൾ കിഡ്നിക്ക് അസുഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ലിവറിന് അസുഖങ്ങൾ വരുമ്പോഴാണ്. കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കിഡ്നിയും ലിവറുമാണ് നമ്മളുടെ എന്ത് ചെയ്യുക വേസ്റ്റുകളൊക്കെ പുറന്തള്ളുന്നതും ആവശ്യമില്ലാത്ത ഗുളികയുടെ അംശങ്ങളും മറ്റും എല്ലാം പുറന്തള്ളുന്ന അവയവങ്ങൾ. അതുകൊണ്ട് തന്നെ കിഡ്നിക്കോ ലിവറിനോ ഒരു അസുഖം വരുമോ അതുവരെ നോർമലായിട്ടുണ്ടായിരുന്ന ആ ഗുളികകൾ കഴിച്ചിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗുളികകൾ കഴിക്കുമ്പോൾ തന്നെ ആ ഗുളികയുടെ ഡോസ് ഓവറായിട്ട് വരികയും അത് കാരണം ഷുഗർ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പലപ്പോഴും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഷുഗർ കുറഞ്ഞു പോകുന്നു. ഞാൻ 3-4 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയാണ്, ഡോക്ടറൊന്നും കാണിക്കാറില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഷുഗർ കുറഞ്ഞു പോകുന്നു, ഇതേ ഗുളിക തന്നെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നോക്കുമ്പോഴേക്കും നമ്മൾ ക്രിയാറ്റിൻ കൂടിയതായിട്ട് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിഡ്നിക്കോ ലിവറിനോ അസുഖം വരുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയുടെ ഡോസുകൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാരണങ്ങളാണ് സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുക പ്രമേഹ രോഗികൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. ഇനി ഈ ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നതാണ്. നമുക്കറിയാം ചെറിയൊരു മൈൽഡ് ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ ആണെങ്കിൽ സാധാരണ നമുക്കറിയാം ചെറിയൊരു വിറയലുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള സ്വെറ്റിങ് അല്ലെങ്കിൽ വിയർപ്പുണ്ടാവും, നെഞ്ചിടിപ്പുണ്ടാവും, ഒരു വെപ്രാളം പോലെ വരും, അല്ലെങ്കിൽ അത് തലകറക്കം പോലെ വരും, ക്ഷീണം പോലെ വരും, അല്ലെങ്കിൽ അമിതമായ വിശപ്പ് വരും. ഇതുപോലത്തെ ലക്ഷണങ്ങളാണ് ഹൈപ്പോഗ്ലൈസീമിയക്ക് ഉണ്ടാകുക. അതേസമയത്ത് നല്ല രൂപത്തിൽ വല്ലാതെ ഷുഗർ അങ്ങോട്ട് കുറഞ്ഞു പോയാലോ, അതായത് 50-ലോ 54-ലൊക്കെ കുറഞ്ഞു പോയാലോ അപസ്മാരം, അതുപോലെ ഓർമ്മക്കുറവ്, തലകറങ്ങി വീഴുക, ഇതുപോലെ അതിനേക്കാൾ ഉപരി മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഹൈപ്പോഗ്ലൈസീമിയയുടെ സിംപ്റ്റംസ്. ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കൂടുന്ന അവസ്ഥയെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്നത് നമ്മൾ ഒരു രോഗിയെ സംബന്ധിച്ച് ശരിക്കും ഒരു ഡെത്ത് ഫീൽ തന്നെ, മരണവെപ്രാളം അല്ലെങ്കിൽ മരണ ഫീൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ലക്ഷണങ്ങൾ എന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഡയബറ്റിസ് പേഷ്യയെ ഒരിക്കലും രോഗിയുടെ ഭാഗത്തു നിന്നും ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഹൈപ്പോഗ്ലൈസീമിയ വരാതെ നോക്കുക എന്നത് ഒരു നിർബന്ധ ഘടകം കൂടിയാണ്. ഇനി അതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കാൻ ഈ ഡയബറ്റിസ് ഇല്ലാത്ത രോഗി, ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റിസ് ഇല്ലാത്ത രോഗികൾക്ക് ഷുഗർ കുറയാമെന്നത് അത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നതെന്നത്. അതിൽ ചില ഗുളികകൾ അതായത് പ്രമേഹ രോഗി അല്ലാത്തവർക്ക്, ഗുളികകളൊന്നും കഴിക്കാത്തവർക്ക്, ഭക്ഷണത്തിനൊന്നും കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ ഇല്ലാത്തവർക്ക് തന്നെ ചിലപ്പോൾ എന്ത് ഹൈപ്പോഗ്ലൈസീമിയ വരാം. ചില ഗുളികൾ, ഉദാഹരണത്തിന് ക്വിനോളോൺസ് പോലത്തെ ചില ആൻറ്റിബയോട്ടിക്, മലേറിയക്ക് ഉപയോഗിക്കുന്ന ക്വിനൈൻ പോലത്തെ ഗുളികൾ കഴിക്കുന്നവർക്ക്, അതുപോലെ ഓൾറെഡി കിഡ്നിക്ക് മറ്റ് കാരണങ്ങൾ കൊണ്ട് അസുഖമുള്ളവർക്ക്, അതിനേക്കാൾ ഒരു ഇൻസുലിനോമ എന്ന് പറയുന്ന ഒരു അസുഖമുള്ളവർക്ക്. എന്താണ് ഈ ഇൻസുലിനോമ? അതായത് ഇൻസുലിൻ്റെ ഗ്രന്ഥികളിൽ ട്യൂമർ ഉള്ളവർക്കും എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, ഡയബറ്റിസ് ഇല്ലാതെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ വരാം. അപ്പോൾ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. മറ്റൊരു അവസ്ഥ, ഡയബറ്റിസിന് മുമ്പ് തന്നെ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന മറ്റൊരവസ്ഥയാണ് പ്രീ ഡയബറ്റിസ് എന്ന ഘട്ടത്തിൽ. അതായത് HbA1c 6.5 മേലെയാണെങ്കിലാണ് ഡയബറ്റിസ് ആവുന്നത്. ഈ 5.7-ൻ്റെയും 6.5-ൻ്റെ ഇടയിലാണ് നമ്മൾ പറയുന്നത് പ്രീ ഡയബറ്റിസ് എന്നത്. ഈ പ്രീ ഡയബറ്റിസ് ഘട്ടത്തിൽ, അതായത് അവർക്കിപ്പം ഷുഗറൊക്കെ നോർമലാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവർ സാധാരണ ഗുളികയൊന്നും കഴിക്കാത്ത വ്യക്തികളാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഹൈപ്പർ ഇൻസുലിനേമിയ എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് ഷുഗർ കൂടുന്നതിന് പകരം ഒരു കാലാവധി വരെ 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നൊരവസ്ഥ, ഒരു ചെറിയ രൂപത്തിൽ മൈൽഡ് രൂപത്തിൽ ഷുഗർ കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവാം. ആക്ച്വലി ഈ വ്യക്തി പ്രീ ഡയബറ്റിസ് ആണ്, സമീപഭാവിയിൽ തന്നെ ഡയബറ്റിസായി മാറും. പക്ഷേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പോഗ്ലൈസീമിയയുടെ ഷുഗർ കുറയുന്ന ലക്ഷണങ്ങൾ വരുന്നു എന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ മധുരം കുറേ കഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവർ പ്രീ ഡയബറ്റിസ് ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രമേഹത്തിന് നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ മധുരമില്ലാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഭക്ഷണവും വ്യായാമവും പ്രമേഹ രോഗികളെ പോലെ തന്നെ പറഞ്ഞു കൊടുക്കുകയും, പക്ഷേ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന മാതിരി ലഘുവായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ശീലം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുക ഹൈപ്പോഗ്ലൈസീമിയയെക്കുറിച്ച് ആർക്കൊക്കെ വരിക, ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് വന്നാൽ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്നതാണ്. ചികിത്സിക്കേണ്ടത് നമുക്കറിയാം, ഷുഗർ എപ്പോഴും നോർമൽ കൺട്രോൾ ആക്കിയിട്ട് വെക്കുക, ഡോസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ഗുളികയുടെ ഡോസും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ നമ്മളെ ഭക്ഷണ രീതി കറക്റ്റ് ചെയ്ത് വെക്കുക.
ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഈ ഹൈപ്പോഗ്ലൈസീമിയ വരാൻ ഒരു കാരണം തന്നെ നമ്മളൊരു ഡയബറ്റിസ് പേഷ്യൻ്റ് ആകുന്നതോടുകൂടി നമുക്ക് മൊത്തം വെപ്രാളം, അയ്യോ ഞാൻ ഈ പ്രമേഹ രോഗിയായി, ഇനി എനിക്ക് മധുരമൊന്നും കഴിക്കാൻ പാടില്ല, പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കും. എല്ലാ ഭക്ഷണവും അങ്ങോട്ട് ഒഴിവാക്കും. രാത്രി ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ, ഉച്ചക്ക് വെറും വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നൊരവസ്ഥ, അതിൻ്റെ കൂടെ ഗുളിക കഴിക്കുകയും കൂടി ചെയ്യുക. സ്വാഭാവികമായിട്ട് ഷുഗർ കുറഞ്ഞു പോകും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്, അതായത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ഡയറ്റാണ് എന്ത് ചെയ്ത് ഒരു ഡയബറ്റിസ് പേഷ്യൻറ്റിന് വേണ്ടത്. ഇനി മൂന്നാമത്തത്, നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടായിരിക്കുക എന്നതാണ്. വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടാകുന്നതിനെ കൊണ്ട് ബെനിഫിറ്റ് എന്താണ്? നമുക്ക് പല സമയങ്ങളിലായിട്ട് ഷുഗർ നോക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഉദാഹരണത്തിന് രാത്രി 2 മണിക്ക് നമുക്കൊരു ക്ഷീണം വരികയോ അല്ലെങ്കിൽ ഒരു വിയർപ്പ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ചാടിക്കയറി ഷുഗറിന് പഞ്ചസാര എടുത്ത് കഴിക്കുന്നതിന് പകരം ഗ്ലൂക്കോമീറ്ററിൽ നോക്കുകയും ഷുഗർ കുറഞ്ഞതാണെങ്കിൽ അതിനനുസരിച്ച കാര്യങ്ങൾ ചെയ്യുന്നൊരു ശീലമുണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ നമുക്ക് എന്തെങ്കിലും മുൻകൂട്ടി അറിയാനും സാധിക്കും. ഇനി ഇങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? സാധാരണ ഒരാൾക്കൊരു മൈൽഡ് ഹൈപ്പോഗ്ലൈസീമിയ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷുഗർ 70-ൽ താഴെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു 15 ഗ്രാം ഗ്ലൂക്കോസ് കഴിക്കുക. 15 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഗ്ലൂക്കോസ് പൊടി ഉണ്ടാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 15 ഗ്രാം ഗ്ലൂക്കോസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു അര ഗ്ലാസ് മധുരം ഇട്ട ഒരു ഫ്രൂട്ട് ജ്യൂസ്. അത്രയും മതിയാവും. അതിനാണ് നമ്മൾ റൂൾ ഓഫ് 15 എന്ന് പറയും. 15 ഗ്രാം ഗ്ലൂക്കോസിന് ഇക്വലൻ്റായ സാധനങ്ങൾ, അതായത് ഒന്നിക്കിൽ അര ഗ്ലാസ് മധുരം ഇട്ട ഒരു ജ്യൂസ്, അതെങ്കിലും 3 ചെറിയ ടീസ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 3 ടീസ്പൂൺ തേനിന് തുല്യമായ എന്തെങ്കിലും ഒരു വസ്തുക്കൾ കഴിക്കുക. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വീണ്ടും ഷുഗർ നോക്കുക. വീണ്ടും 70-ൽ താഴെയാണെങ്കിൽ ഇതേപോലെ ഒരു 15 ഗ്രാം ഗ്ലൂക്കോസിന് ഇക്വലൻ്റായ സാധനങ്ങൾ കഴിക്കുക. അത് എങ്ങനെ 100-ൻ്റെ മേലെ വരുന്നത് വരെ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഡോക്ടറെ പോയി കാണുക. അതിനേക്കാൾ അതേ സ്ഥാനത്ത് ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു പോയി നമ്മളെ മുന്നിൽ ഒരു രോഗിയെ കാണുകയാണെങ്കിൽ, ഷുഗർ ഒരു 50-ൽ താഴെയാണ്, അല്ലെങ്കിൽ എന്താ അബോധാവസ്ഥയിലാണ്, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് ഓടുന്നതിൻ്റെ കൂടെ തന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. നമുക്ക് എന്ത് ചെയ്യണം? IV ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ഗ്ലൂക്കോസുകൾ കൊടുക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ പഞ്ചസാരയുടെ ചെറിയ പാക്കറ്റ് നാവിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. കൂടുതൽ തരൂക്കി പോകാത്ത രൂപത്തിൽ നാവിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഇതാണ് ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറയുന്നതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോഗ്ലൈസീമിയ വരാതിരിക്കാൻ ഒരു ഡയബറ്റിസ് രോഗിയും ഡോക്ടറും എന്താണ് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം നമ്മൾ എന്തിനാണ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന പ്രാഥമിക ഉദ്ദേശം തന്നെ ഭാവിയിൽ നമുക്കൊരു ക്രോണിക് കോംപ്ലിക്കേഷനായ കിഡ്നിയുടെ, നരമ്പിൻ്റെയോ കണ്ണിൻ്റെയോ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു സൈഡിൽ നിന്ന് അതും വരാൻ പാടില്ല, മറ്റൊരു സൈഡിൽ നിന്ന് ഷുഗർ കുറഞ്ഞും പോകാൻ പാടില്ല. ഈ രൂപത്തിൽ വേണം ഞങ്ങൾ ഷുഗറിനെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ട ഒരു ലെവൽ എത്രയാണ്? അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗർ എപ്പോഴും ഒരു 100-ൻ്റെ 130-ൻ്റെ ഇടയിൽ വെച്ചാൽ മതി. 100-ൽ കുറഞ്ഞു പോകാതെ നോക്കിയാൽ മതി. നമുക്കൊരു വൈഡ് റേഞ്ച് തന്നെ ഉണ്ട്. നമുക്ക് 100-ൻ്റെ 130 എന്നത് 130-ൻ്റെ മേലെ പോകാതെ നോക്കിയാൽ മതി. അതുപോലെ ഭക്ഷണ ശേഷമുള്ള ഷുഗറാണെങ്കിൽ 140-ൻ്റെ 180-ൻ്റെ ഇടയിൽ വെച്ചാൽ മതി. അതിൽ കുറക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതിന് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി പ്രായമുള്ളവർ ഒരു 70 വയസ്സ് 80 വയസ്സിന് മേലുള്ള എങ്കിലോ 150 വേണ്ട, ഒരു 200-210-ൻ്റെ റേഞ്ചിൽ വെച്ചാലും മതി. അപ്പോൾ നമ്മൾ ഈ വൈഡ് റേഞ്ച് നമ്മളെ കയ്യിലുണ്ടായിട്ടും ഇതിനൊന്നും മനസ്സിലാക്കാത്തതിൻ്റെ ഭവിഷ്യത്താണ് ഒരു സൈഡിൽ നിന്ന് ക്രോണിക് കോംപ്ലിക്കേഷനും മറ്റേ ഭാഗത്ത് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മളുടെ ഫാസ്റ്റിംഗ് ഷുഗറുകൾ, ഫാസ്റ്റിംഗ് അത് രാവിലെ ഭക്ഷണത്തിന് മുമ്പാവാം, ഉച്ചഭക്ഷണത്തിന് മുമ്പാവാം, രാത്രി ഭക്ഷണത്തിന് മുന്നേ ആവാം. ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ എന്നത് ഏത് ഭക്ഷണത്തിന് ശേഷമാകും. ഭക്ഷണത്തിന് മുമ്പെയുള്ള ഷുഗറുകൾ ഒരു 100-ൻ്റെ 130-ൻ്റെ ഇടയിലും ഭക്ഷണശേഷമുള്ളത് 140-180-ൻ്റെ ഇടയിലാണെന്നുള്ള ഒരു സെറ്റ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഹൈപ്പോഗ്ലൈസീമിയ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കിവിടെ സംസാരിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ് വരെ മറ്റൊരു വിഷയമായിട്ട് വരാം. നമസ്കാരം.